ഹലോ, ഇങ്ങനെ നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ടാക്സിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം ടാക്സിയിൽ നേരെ പോയിട്ട് കോച്ച് സ്റ്റേഷനിൽ നിന്ന് ബസ്സിലാണ് പിന്നെ പോകുന്നത്. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കോച്ച് സ്റ്റേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചത് ഈ ബസ്സിലാണ് പോകുന്നത് കേട്ടോ, ഫ്ലെക്സ് ബസ്സിൽ. നമ്മൾ 3 പേര് ഇവിടെ വെയിറ്റിംഗ് ആണ്. 11:15 ബസ്, ഇപ്പോൾ 10:45. അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ് ആണ്, ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്വപ്നമൊന്നുമല്ല, നമുക്ക് വന്നിട്ട് പോകാൻ പറ്റാത്തതല്ല, അത് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയും പിന്നെ മെയിൻലി ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഇപ്പോഴാകുമ്പോഴത്തേക്കും ഇവിടെ കിങ്ങിണിക്കും വെക്കേഷനാണ്. അപ്പം പിന്നെ പോകാനായിട്ട് കുറച്ചുകൂടെ സൗകര്യമായിട്ടുള്ള ഇതാണ്. ഇത് പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. ഏതോ ഒരു വീട്ടിൽ ആപ്പിളൊക്കെ പൂത്ത് അങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ബസ് ബുക്ക് ചെയ്തുകൊണ്ട് 6 hours എടുക്കും. അങ്ങനെ ഞങ്ങൾ അവസാനം ലണ്ടനിലെത്തിയിട്ട് ഇതാണ് നമ്മൾ താമസിക്കുന്ന പ്ലിമൗത്താണ്. പ്ലിമൗത്തിനെ കാട്ടിയും ഭയങ്കര ക്രൗഡഡാണ് അവിടെ. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളവിടെ ഇത്രയും തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് കൂടുതലും ട്യൂബാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും. കാര്യം ഇപ്പം ഡ്യൂട്ടിക്കൊക്കെ ഓഫീസിൽ പോകാനാണെങ്കിലും ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാനാണെങ്കിലും ബസ്സൊക്കെ ഉണ്ട്. എന്നാലും ചില പർട്ടിക്കുലർ സൈറ്റിലോട്ടൊക്കെ ട്യൂബാണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മെട്രോ ട്രെയിനൊക്കെ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ആദ്യമേ കാർഡൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് ട്യൂബിനകത്ത് കയറുന്നത്. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സ്കൂളല്ല ഓഫീസ് ടൈമും അങ്ങനെ ഭയങ്കര റഷായിട്ടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാനേ പറ്റുള്ളൂ. കാര്യം നിൽക്കാൻ തന്നെ സ്ഥലം പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പം ഇന്ന് തൊട്ടിട്ട് നമ്മൾ ഇതിന് വേണം ട്രാവൽ ചെയ്യാനായിട്ട്. ഞങ്ങൾ അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി ട്യൂബൊക്കെ പിടിച്ചതിൻ്റെ ഇപ്പോൾ റൂമിലെത്തിയതേ ഉള്ളൂ. ഇതാണ് റൂം. വളരെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര സ്പേസ് ഒന്നുമില്ല, ആകെ ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ കോട്ടും മുകളിൽ കിങ്ങിണിക്ക് കിടക്കാൻ പാകത്തിനുള്ളത്. പിന്നെ നേരെ ഒരു വാഷ്റൂമും നേരെ കുഞ്ഞു വാഷ്റൂമാണ് അങ്ങനെ. പിന്നെ ഒരു വിൻഡോ ആണ് ആകെപ്പാടുള്ളത്. ഒരു വിൻഡോ ആണ് ആകെ കൂടി ഉള്ളത്. പുറത്തോട്ടുള്ള ഈ ഒരു വിൻഡോ സ്പേസ് ആണുള്ളത്. ജസ്റ്റ് സത്യം പറഞ്ഞാൽ റൂമിൻ്റെ കാര്യത്തിലൊരു പാളിച്ച പറ്റി അല്ലേ, ഒരു കുഞ്ഞു റൂമായി പോയി. പിന്നെ നമ്മൾ പകലെവിടെ ഇല്ലാത്തത് കൊണ്ട്, എന്നാലും അത്യാവശ്യം മുന്നേ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ എടുത്ത റൂം അത്യാവശ്യം വലിയ റൂമൊക്കെ ആയിരുന്നു. കിങ്ങിണിയുടെ ബെഡിലോട്ട് കയറുവാണേ. കിങ്ങിണി ആദ്യമായിട്ടാണല്ലേ ഈ ബെഡില്. അവിടെ ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ താഴെ റിസപ്ഷൻ്റെ അതുവരെ വന്ന്. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു റൂം അത്ര പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ റൂമിനകത്ത് അവർ വാട്ടർ ഫെസിലിറ്റിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ കുടിക്കാനുള്ള വാട്ടറൊക്കെ നമ്മൾ മേടിക്കണം. അപ്പോൾ നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മളിവിടെ ജസ്റ്റ് റിസപ്ഷൻ്റെ അവിടെ ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ഇനി നാളെ തൊട്ട് ഫുള്ള് ലണ്ടൻ വിസിറ്റാണ്. അപ്പം നാളെ തൊട്ടുള്ള വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഈ താമസിക്കുന്നിടത്തുനിന്ന് ഞങ്ങൾ ഈ ഇച്ചിരി ദൂരോട്ട് മാറിയാണ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മൾ ലൊക്കേഷൻ്റെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെയും അതിൻ്റെയൊക്കെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 നൈറ്റാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം എക്സ്പെൻസീവാന്ന് പറയുന്ന സമയത്ത് ടോട്ടലി ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം തന്നെ 200, 150 ആ റേഞ്ചിനൊക്കെ വരുന്ന റൂംസാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഈ ബുക്ക് ചെയ്ത ഹോട്ടലെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നൊരു 30 minutes ട്രാവലാണ്. ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ്. അപ്പം ഇവിടെ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടലി 5 നൈറ്റ്സിനായിട്ട് 300 poundsനകത്താണ് വരുന്നത്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷേ
ഇവിടെ വെച്ച് നോക്കുമ്പോൾ എവിടെയും വലിയ എമൗണ്ട് തന്നെയാണ്, പക്ഷേ എന്നാലും മറ്റ് ഹോട്ടലിലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇച്ചിരി ചീപ്പായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും തന്നെ ഇവിടെ കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വേറെ ലോണ്ട്രി ഫെസിലിറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എനിക്കറിയത്തില്ല വേറെ ഹോട്ടലിലൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പം ലോണ്ട്രി ഫെസിലിറ്റീസ്, പിന്നെ ഈ പറഞ്ഞ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ വളരെ കുഞ്ഞു റൂമാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് റൂം കാണിച്ചു തന്നില്ലായിരുന്നോ? പിന്നെ പകൽ ഇവിടെ നമ്മളില്ലല്ലോ, നമ്മളെന്തായാലും പുറത്തോട്ട് പോകും. അപ്പോൾ പകൽ ഇവിടെ ഇല്ലാത്തത് കാരണം പിന്നെ വലിയ പ്രശ്നമില്ല. എന്നാലും രാത്രി കിടക്കുമ്പോഴൊക്കെ വിൻഡോ ഒക്കെ ലേശം മാത്രമേ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സഫക്കേഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ രാത്രി കിടക്കുമ്പോഴത്തേക്കും അറിയാം. അപ്പം എന്തായാലും ഇനിയിപ്പം 5 ദിവസം ഇപ്പോൾ എന്തായാലും ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പം നെക്സ്റ്റ് ടൈമെങ്കിലും ഇതിന് കുറച്ചുകൂടി നല്ലൊരു ഹോട്ടലെങ്ങാനും ബുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. എന്നാൽ ശരി, താങ്ക് യു.